മുളക് ചെടികൾക്ക് വിൻകാറോസിയുടെ പൂക്കൾ കീടങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് അറിയാനാണ് ഈ വിൻകാറോസിയ കമ്പിൾ മുളക് ചെടികളുടെ കൂടെ നട്ടത്. അതായത് കുറേ മുളകുകളുണ്ടായിരുന്നു കീടബാധ വന്നത്. അപ്പോൾ ഞാൻ അതിലൊക്കെ കുറേ കേടുള്ള ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് വിൻകാറോസിയ കുറേ വളർന്നുണ്ടായിരുന്നു വേറെ ചെടിച്ചട്ടിയിൽ. അതിൻ്റെ അടുത്ത മുളകിന് കാര്യമായിട്ട് കേടുമില്ല. അപ്പോൾ ഇങ്ങനെ നട്ടുകൊടുത്തതാണ്. ഒരു 5-6 നട്ടുണ്ട്. അതിൽ കൂടുതൽ വെയിലത്ത് നിൽക്കുന്ന 2-3 ഇപ്പോഴും തളർത്ത് നിൽക്കുന്നത്. തളർത്തു എന്ന് പറയാൻ പറ്റില്ല, പൂക്കൾ ഇപ്പോഴും നന്നായിട്ട് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ വാടി തുടങ്ങി. എല്ലാത്തിൻ്റെയും ഇലകൾക്ക് വാട്ടുണ്ട്. ഇത് വല്ലാണ്ട് വാടി. പിന്നെ എനിക്ക് തോന്നുന്നത് ഇത് ഏകദേശം ഉണങ്ങിയ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി. അത് പറയുമ്പോൾ വെയിൽ കുറവുള്ള സ്ഥലത്താണ് ഇതൊക്കെ കൂടുതൽ വെയിലുള്ള സ്ഥലത്ത്. ഇതിൻ്റെ ഇലകളൊക്കെ മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിലും പൂക്കളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള മുളക് ചെടിക്ക് ഗുണം കിട്ടിയവർ തോന്നുന്നുണ്ട്. അതിന് പുതിയ ഇലകൾ വന്നതിലൊന്നും വലിയ തകരാറ് കാണുന്നില്ല. പക്ഷേ ശരിക്കും ഇത് വളർന്നു വന്നാലേ എനിക്കതിൻ്റെ ഒരു പൂർണ്ണമായ ഫലം കിട്ടുമോ ഇല്ല എന്നുള്ള അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നടക്കുന്നു തോന്നുന്നില്ല. പിന്നെ ആകെ ഒരു പ്രതീക്ഷ, കുറേ പൂക്കളുണ്ടായതുകൊണ്ട് ആ പൂക്കളിൽ വിത്ത് വരികയാണെങ്കിൽ ആ വിത്ത് വീണിട്ട് സാധാരണ കുറച്ച് കഴിയുമ്പോൾ അവിടെയൊക്കെ പുതിയ ചെടികൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ആ വലിയ ചെടിച്ചട്ടിയിൽ വേറെ സ്ഥലത്ത് ഒരു വളരെ വലിയ വിൻകാറോസിയ ചെടിയുണ്ട്. അതിൻ്റെ ശിഖരങ്ങളാണിതൊക്കെ. അതിൻ്റെ അവിടെ വിത്ത് വീണിട്ട് തൈകൾ ഉണ്ടാവും വിചാരിക്കും അടുത്ത മഴ പെയ്യുമ്പോൾ. അപ്പം ഞാനത് പറിച്ച് ഇവിടെയൊക്കെ നടും. വേറെ സ്ഥലത്ത് ഞാൻ ഒരു ചെറിയ വിൻകാറോസിയ റീപോട്ടിങ് ചെയ്ത് ഇതേപോലെ നട്ടത് തിരക്കില്ലാതെ വളരുന്നുണ്ട് വേറൊരു ചെടിച്ചട്ടിയിൽ. അത് പക്ഷേ അവിടുത്തെ മുളകിന് ഒരുപാട് കേടുള്ളതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഗുണമൊന്നും ആയില്ല. ഇത് വന്ന കേട് മാറാൻ എന്തായാലും ഇതുകൊണ്ട് പറ്റുന്നുണ്ടാവില്ല. പ്രാണികളെ ഒന്ന് അകറ്റി നിർത്തിയാൽ ഗുണമുണ്ടായെങ്കിലോ എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പ്രാണികൾ വന്ന് ആ ഇലകളിൽ കേട് വരുത്തി കഴിഞ്ഞതിന് പിന്നെ ഗുണം ഉണ്ടാകാൻ വഴിയില്ല.